നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഒതേനനും പൊന്മാലക്കണ്ണനും എന്ന കഥയുടെ രണ്ടാം ഭാഗമാണിവിടെ. ബയനേരി കോട്ടയിലെ കന്നിക്കുഞ്ഞനെ കാണാനായിട്ട് പൊന്മാലക്കണ്ണൻ കുതിരപ്പുറത്ത് 101 പവൻ്റെ പുല്ലൂരിയുടെ മാലയൊക്കെ കൊണ്ട് നേരെ അങ്ങ് പോയി കുതിര മാണിക്യ സുന്ദരി പെൺകുതിര കുഞ്ഞിക്കണ്ണനെയും പറത്തി പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് കോട്ടയ്ക്ക് ചുറ്റും നടന്നിട്ട് ഏതിലെ അകത്ത് കയറും എന്നുള്ളത് കാണാതിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പൊന്മാലക്കുഞ്ഞിക്കണ്ണൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഭദ്രകാളിയെ വളരെ സേവയുള്ള ആളാണ്, ഭക്തിയുള്ള ആളാണ്. അവിടെ അങ്ങോട്ട് ഇരുന്നിട്ട് എൻ്റെ അമ്മേ, കാവിലമ്മേ എന്ന് പറഞ്ഞ് ഭദ്രകാളി മന്ത്രം ഉരുക്കഴിച്ചു. ഭദ്രകാളി മന്ത്രം കഴിഞ്ഞപ്പോൾ ദേവി അവിടെ വന്നു. കണ്ണൻ തൻ്റെ പ്രാർത്ഥന പറഞ്ഞു, എനിക്ക് കോട്ടയ്ക്കകത്ത് കയറാൻ ഒരു വഴി കാണിച്ചു തരണേന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ താഴെ നിന്നപ്പോൾ ഒരു കായലെന്ന് പറയുന്നത് ഇവിടെ ഒരു മരം ചാഞ്ഞ് മതിലിന് പുറത്തേക്ക് വന്നു. അതിൽ ചാടി പിടിച്ച് ആ മരത്തിലൂടെ കോട്ടയ്ക്കകത്തേക്ക് ബയലേരി പൂമാല കുഞ്ഞിക്കണ്ണൻ കോട്ടയ്ക്കകത്ത് കടന്നു. കോട്ടയ്ക്കകത്ത് കടന്ന് അവിടെ ചെന്നപ്പോൾ കടപ്പാൻ വഴി ഞാൻ കിഴക്കൻ പെരുമാളു തമ്പൂരാനെ. സൂര്യൻ ഉദിക്കുമ്പോൾ പറയാണ്, ബയനേരി കോട്ടയിലാണിപ്പഴേ കോട്ട കടപ്പാൻ വഴി കണ്ടെങ്കിൽ എൻ്റെ കുടിയന്മാർ നായന്മാർ 40 നോമ്പൊഴിഞ്ഞ് നിർത്തിച്ചിട്ട് 101 ഒപ്പിക്കും ഞാൻ. 140 നോയമ്പെടുക്കുന്ന അവരെ കൊണ്ടൊക്കെ ഞാൻ ഇനി തൊട്ട് 101 നോയമ്പെടുപ്പിക്കും, എനിക്ക് വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ കായലിൻ ചാഞ്ഞു വന്നു. കായലിൻ കൊമ്പ് പിടിച്ച് കണ്ണൻ കോട്ടയിൽ പാഞ്ഞങ്ങ് കടന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് പുതുമയാണ്! ബയനേരി കോട്ടമാണ് കന്നിക്കുഞ്ഞൻ. കന്നി ഏതു പുറത്താണുള്ളത്, എവിടെയാണുള്ളതെന്ന് കാണാൻ പറ്റില്ല. കോട്ട കണ്ടോ അന്തം പെട്ടുപോയി പൊന്മാല കുഞ്ഞി കണ്ണൻ. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും പൊന്മാലക്കോട്ടമാണ് ഈ ഭദ്രകാളി മന്ത്രം ഉരുക്കഴിച്ച കോട്ടയ്ക്കകത്ത് കൂടി. അങ്ങനെ ഒരു നേരത്തെ കിടന്ന് കള്ളനെ അപ്പോൾ വിളിച്ച് പറയുന്നു, ഒരു അശരീരി പോലെ. ഇങ്ങനെ എവിടുന്ന് എന്താണെന്ന് അറിയുന്നില്ല, വിളിച്ച് പറയാണ്. ഉടനെ വിളിച്ച് പറയണ എന്താന്ന്, ബയനേരി കോട്ടയിലെ നായന്മാരെ വിളിക്കുകയാണ്. ഉറങ്ങിക്കിടക്കണവരെയൊക്കെ, കാവൽക്കാരെ എല്ലാവരെയും. ചിലരൊക്കെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്, ചിലരൊക്കെ കാവൽ നിൽക്കുന്നുണ്ട്. നേരത്തെ അത്താഴ ചോറും തിന്ന്, നിങ്ങൾ നേരത്തെ തന്നെ അത്താഴം കഴിച്ചേച്ച് എല്ലാം കിടന്നിട്ടങ്ങൂറും ഉറങ്ങിപ്പോയോ? എല്ലാവരും കിടന്ന് നല്ല ഉറക്കായി. പക്ഷെ കോട്ടയിലെ കള്ളറ പൂക്കിയല്ലോ. കോട്ടയ്ക്കകത്ത് കള്ളം കയറി കഴിഞ്ഞു. കള്ളനെ പിടിച്ചു കെട്ടി നായന്മാരെ. നിങ്ങൾ കള്ളനെ പിടിച്ച് കെട്ടിന് കോട്ടയ്ക്കകത്ത് കള്ളൻ കയറി എന്നിങ്ങനെ വിളിച്ചു പറയാം. എവിടുന്നാണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായി. ഈ കുഞ്ഞിക്കണ്ണൻ നോക്കുമ്പോൾ ഒരു തത്തക്കൂടിൻ്റെ അരികത്താണ് തന്നിക്കണം. അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു തത്തക്കൂട് കണ്ടു. അതിൻ്റെ അരികത്ത് ചെന്ന് നിന്നു. അപ്പോൾ ഈ തത്ത വന്ന വഴിക്കേ പറയാണ്, ബയനേരി കോട്ടയിലൊരാൾ ആര്യത്തത്ത എന്നാണ് ആ തത്തയെ വിളിക്കുന്നത്. ആ തത്തോട്, കള്ളനെന്നെ നീ വിളിക്കരുത്. അപ്പോൾ ആര്യത്തത്തോട് പറഞ്ഞു, എന്നെ നീ കള്ളനെന്ന് വിളിക്കരുത്. കക്കാനോ ഞാനിവിടെ വന്നിട്ടില്ല, ഞാനിവിടേക്ക് കക്കാൻ വന്നിട്ടേയില്ല. നിന്നിലും പൊന്നെനിക്കുണ്ടിപ്പോൾ. അതായത് ഈ ബയനേരിക്കോട്ടയിൽ എന്തുമാത്രം പൊന്നുണ്ടോ അതിനേക്കാൾ കൂടുതൽ പൊന്ന് എനിക്കുണ്ട്. പെണ്ണു കൊതിച്ചു ഞാൻ വന്നതാണേ. ഞാൻ പൊന്ന് കക്കാനല്ല വന്നത്, പെണ്ണ് കൊതിച്ച് വന്നതാണ്. ഇത് കേട്ട വഴിക്ക്
തത്ത ചോദിച്ചു, നായരെ ഇല്ലപ്പേരെനിക്ക് കേൾക്കണം, എന്താ നിങ്ങളുടെ പേര്, കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ പൊന്മാലക്കോട്ടയിൽ വാഴുന്ന കുഞ്ഞിക്കണ്ണനാണ്, അവിടുത്തെ രാജാവിൻ്റെ മകനാണ്, രാജകുമാരനാണ്, പൊന്മല കുഞ്ഞിക്കണ്ണനാണ് ഞാൻ, പെണ്ണ് കുതിച്ച് ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ പറഞ്ഞു, ഓ ഈ എൻ്റെ വിധി, എൻ്റെ കുഞ്ഞിക്കണ്ണ, നിൻ്റെ കാര്യം മഹാ കഷ്ടം തന്നെ. എന്താ കാരണം, ഇവിടുത്തെ പെൺകുട്ടിയായ ബൈലേരിക്കോട്ട വാഴും കന്നിക്കുഞ്ഞൻ കന്നി ജനിച്ചു ഭൂമി കണ്ട നാളെ, പ്രസവിച്ച് വീണ് ഭൂമി കണ്ട നാള് തൊട്ട് തമ്പുരാനല്ലോളെ പോറ്റുന്നത്. അപ്പോൾ ബയനോരിക്കോലത്തെ തമ്പുരാനാണ് ഈ കന്നിയെ പോറ്റി വളർത്തുന്നത്. ഓക്കു 14 വയസ്സായിപ്പോൾ, ഇപ്പം 14 വയസ്സായി, മാലയും തീർപ്പിച്ചു വച്ചിട്ടുണ്ട്. അവളെ കല്യാണം കഴിക്കാനായിട്ട് തമ്പുരാൻ മാലയൊക്കെ തീർപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ മാലയ്ക്ക് മുഹൂർത്തം പോരാഞ്ഞിട്ട് കാത്തിരിക്കുകയാണെന്ന് മാത്രം. വലവില മുറിച്ചിട്ടും തന്നെയാണ് കല്യാണത്തിൻ്റെ നിശ്ചയമൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ മാതിരി വർത്തമാനങ്ങളൊക്കെ ആയിട്ട് അന്നേരം കണ്ണ നിനക്ക് ഇവിടെ പറ്റിയ കുഞ്ഞിക്കന്നിയെ കണ്ടാണ് നീ മോഹിക്കണമെങ്കിൽ കുഞ്ഞിനെ കിട്ടാൻ പോകുന്നില്ല, അത് ബൈലേരി കോലൂത്തെ തമ്പുരാൻ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം ഈ പൊന്മാലക്കണ്ണന് തോന്നി, അയ്യോ എൻ്റെ അമ്മ പറഞ്ഞത് സത്യമാണല്ലോ, ഞാനിവിടെ വന്നിട്ട് വല്ലാതെ കണ്ട് ബുദ്ധിമുട്ടുകയാണല്ലോ. അത് തന്നെയാണല്ലോ ഇവിടെയുള്ള ആര്യത്തത്ത പറയുന്നതും. ഉടൻ തന്നെ ആര്യത്തത്തയോടായിട്ട് ഈ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു, ബയനേരിക്കോട്ടയിലെൻ്റെ ആര്യത്തത്തെ, ഈ ബയനേരിക്കോട്ടയിലെ ആര്യത്തത്തെ, പായാരം പോട്ടെൻ്റെ ആര്യത്തത്തെ, സത്യം ഞാൻ പറയട്ടെ, ഉള്ള സംഭവം എന്താണെന്ന് ഞാൻ പറയട്ടെ. ബയനോരിക്കൂലത്തെ തമ്പുരാനും, ഈ ബയനോരിക്കോലത്തുള്ള ഈ തമ്പുരാനുണ്ടല്ലോ, തമ്പുരാനാണ് ഈ കല്യാണം കഴിക്കാൻ പോണേന്ന് പറഞ്ഞില്ലേ. തമ്പുരാൻ നാട്ടുവാഴിയാണെങ്കിലും, തമ്പുരാൻ ഒരു നാടുവാഴി രാജാവാണെന്നുണ്ടെങ്കിലും ഞാനൊരു തമ്പ്രാൻ മകനാകുന്നു, ഞാനും അതുപോലൊരു തമ്പുരാൻ്റെ മകനാണ്, അതുകൊണ്ട് എനിക്കും ആ യോഗ്യതയൊക്കെ ഉണ്ട് എന്നാണ് ഈ കുഞ്ഞിക്കണ്ണൻ പറയുന്നത്. അങ്ങനെ പറഞ്ഞു. അപ്പോൾ തത്ത പറയുന്നുണ്ട്, തത്തയ്ക്ക് തോന്നി അത് ശരിയാണല്ലോ, ഇത്തിരി പ്രായം കൂടിയ ആളാണ് ഈ ബയനോരിക്കോലത്തെ തമ്പുരാൻ. ഈ വന്നിരിക്കുന്ന പൊന്മാലക്കണ്ണനാണെങ്കിലോ വളരെ ചെറുപ്പക്കാരൻ. ഒന്നുകൂടി ചേരുന്നത് ഈ കന്നിക്കുഞ്ഞന് പൂമാലക്കണ്ണൻ തന്നെയാണ്, പൊന്മാല കുഞ്ഞിക്കണ്ണൻ തന്നെയാണ്. അപ്പം തത്തയ്ക്ക് പൊന്മാല കുഞ്ഞിക്കണ്ണനോടൊരു സ്നേഹം തോന്നി. ഉടൻ തന്നെ അത് പൊന്മാല കുഞ്ഞിക്കണ്ണൻ ഒട്ടും മടി കൂടാണ്ട് ആര്യത്തത്തോട് പറഞ്ഞു, എനിക്ക് എന്നോടെയോ പരം വായോ കണ്ണ, എനിക്ക് വഴി കാണിച്ചു തരൂ, എവിടെയാണ് കുഞ്ഞിക്കന്നി കിടന്നുറങ്ങുന്ന വടിക്കിനി, അതെനിക്ക് കാണിച്ചു തരുമെന്നോ. അപ്പം തത്ത ഉടൻ തന്നെ, എന്നോടെയോ പരം വായോ കണ്ണ, എൻ്റെ കൂടെ നീ വരണം, തത്തക്കൂടൊരിക്കെ തുറക്കൂ കണ്ണ, ഈ തത്തക്കൂടൊന്ന് തുറക്ക്, അപ്പം ഞാൻ പുറത്തേക്ക് വരാം, എന്നിട്ട് ഞാനിങ്ങനെ പറന്നു പോകും, ആ പറന്നു പോകുമ്പോൾ എൻ്റെ കൂടെ അങ്ങനെ പുറമേക്ക് വരൂ. അപ്പം പടിഞ്ഞാറ്റെ കണ്ടു ധരിച്ചു കണ്ണ്, അങ്ങനെ പടിഞ്ഞാറ്റ പടിയമേ പാറി വീണു. ആ പടിഞ്ഞാറ്റയുടെ ഉമ്മറപ്പടിയമേ തത്ത അവിടെ പറന്നു വീണു. എന്നിട്ട് കുഞ്ഞിക്കണ്ണനെ പടിഞ്ഞാറ്റെ കാണിച്ചു കൊടുത്തു. കണ്ണൻ്റെ മനസ്സ് അപ്പം, അയ്യോ എങ്ങനെ പടിഞ്ഞാറ്റെ കിടക്കാനാണ് ഞാൻ, ബയനോരിക്കോട്ടയുടെ അകത്ത് കിടക്കുന്ന കുഞ്ഞിക്കന്നിയെ കാണണമെങ്കിൽ എനിക്ക് ഈ കോട്ടയ്ക്ക് പടിഞ്ഞാറ്റി തുറക്കണമല്ലോ, ഞാൻ എങ്ങനെ ഇത് ആ പടിയമേ ഇരുന്നപ്പോൾ ഇതാണ് പടിഞ്ഞാറ്റിന്ന് കാണിച്ചു കൊടുത്തിട്ട് തത്ത പറന്ന് കൂട്ടിയെ കയറിപ്പോയി ഇരിക്കുകയും ചെയ്തു. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ
നോക്കിയപ്പോൾ അനതുകാവും കെട്ടും പൂട്ടും. ആ പടിഞ്ഞാറ്റിക്ക് അനതുകാവ് കെട്ടും പൂട്ടും മണിച്ചിത്രത്താഴെന്നൊക്കെ പറയില്ലേ നമ്മൾ, എന്ന പോലെ മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയിരിക്കുന്ന കതക്. കുതിരക്കുളന്താവും താഴും പൂട്ടും, കുതിരക്കുളമ്പ് പോലെയുള്ള താഴും പൂട്ടും ഇട്ടിട്ട് പൂട്ടിയിരിക്കുന്നു. എല്ലാം കണ്ട് കുഞ്ഞിക്കണ്ണൻ മനസ്സിലാക്കി എങ്ങനെ പടിഞ്ഞാറ്റ കടക്ക വേണ്ടും എന്ന് കരുതി നോക്കിയപ്പോൾ നേരത്തെ കോട്ടയ്ക്കകത്ത് കയറാനായിട്ട് തന്നെ സഹായിച്ച ഭദ്രകാളി ഇപ്പോഴും സഹായിക്കും. ഭദ്രകാളി മന്ത്രം ഉരുക്കഴിച്ചു, ഭദ്രകാളി മന്ത്രം അങ്ങോട്ട് ഉരുക്കഴിച്ചു. പടിഞ്ഞാറ്റേക്ക് അകത്ത് കടന്നു കാണാൻ പടിഞ്ഞാറ്റയടച്ചാപ്പും ചീപ്പുമിട്ടു. അകത്തേക്ക് കടന്ന് ആ പടിഞ്ഞാറ്റ അടച്ച് ചീപ്പിട്ടു എന്ന് പറഞ്ഞാൽ വാതിലടച്ചിട്ടു. ഡാമുകളൊക്കെ തുറക്കുമ്പോൾ പറയില്ലേ വെള്ളം പോരാതെ കണ്ട് ചീപ്പിട്ടു എന്ന് വെച്ചാൽ പൂട്ടി എന്നർത്ഥമുള്ളൂ. ഇപ്പോൾ പടിഞ്ഞാറ്റയിലെ കുഞ്ഞിക്കന്നി കിടന്നുറങ്ങുന്നുണ്ട്, കന്നിക്കുഞ്ഞൻ കിടന്നുറങ്ങുന്നുണ്ട്. പൂമാല കുഞ്ഞിക്കണ്ണൻ അകത്ത് കയറി അകത്തു നിന്ന് വാതിലടച്ച് കുറ്റിയിട്ടിട്ടുമുണ്ട്. ഇനി ഈ പൊന്മാലവാണ കുഞ്ഞിക്കണ്ണൻ എന്തു ചെയ്തു? കന്നി കിടക്കുന്ന കിടക്കയിൽ കയറി പട്ടുകിടക്കയിൽ ചെന്നിരുന്നു. പട്ടുകിടക്കയിൽ അങ്ങനെ അങ്ങോട്ട് കിടക്കുക, കിടന്നുറങ്ങണം. ഓള് മതി കെട്ടുറങ്ങുന്നല്ലോ, ഒരുവിധ ബോധമില്ലാണ്ട് അന്തം കുന്തം ഇല്ലാണ്ട്. ഇത്രയും വലിയ ബന്ധത്തിനകത്താവുമ്പോൾ പിന്നെ കന്നിക്ക് കിടന്നുറങ്ങാൻ പാടില്ല, അത്ര സുരക്ഷിതമായ സ്ഥലമല്ലേ. അന്തം വിട്ട് കിടന്ന് ഉറങ്ങുകയാണ്, ആ മതി കെട്ട് ഉറങ്ങുകയാണ്. അപ്പോൾ ഈ കുഞ്ഞിക്കണ്ണൻ കണ്ണീനെ കണ്ണാലേ കാണുന്നല്ലോ. അപ്പോഴാണ് ഈ കന്നിയെ കുഞ്ഞിക്കണ്ണൻ ശരിക്കും കാണുന്നത്. ആ കണ്ടപ്പോൾ കന്നിയെ കണ്ടപ്പോൾ എങ്ങനെ പോലെ തീച്ചോല പൂഞ്ചോല കത്തും പോലെ. തീച്ചോല പൂഞ്ചോല, തീ കത്തുമ്പോഴത്തെ നിറം എന്താ? ആ ചുവപ്പ് നിറം, ഓറഞ്ച് നിറം, അതാണ് കന്നിയുടെ നിറം. തീച്ചോല പൂഞ്ചോല കത്തും പോലെ, ഏഴോട്ടം ചുട്ടിട്ട തങ്കം പോലെ. 7 പ്രാവശ്യം ചുട്ടിട്ടിട്ടുള്ള തങ്കത്തിൻ്റെ നിറം എന്താണോ അതാണ് ഈ കന്നിയുടെ നിറം. കിഴക്കു ഭഗവാനുദിച്ച പോലെ, ഉദിച്ചു വരുന്ന സൂര്യൻ്റെ ആ ചെഞ്ചായം കലർന്ന മാനല്ലേ, മാനം, ആ ആകാശത്തിൻ്റെ നിറം അതാണ് കന്നിയുടെ നിറം. പിന്നെയോ പടിഞ്ഞാറു ചന്ദ്രനും താഴും പോലെ. ചന്ദ്രൻ പടിഞ്ഞാറങ്ങടെ അസ്തമിക്കണ സമയത്ത്, ഈ സൂര്യൻ പടിഞ്ഞാറങ്ങടെ അസ്തമിക്കുന്ന സമയത്തുള്ള ആ ചെഞ്ചായം അതാണ്. തത്തമ്മ ചുണ്ടും പാളും കൂപ്പല്ലും. കിടന്നുറങ്ങുന്ന കുങ്കിയെ കാണുമ്പോൾ പൊന്മാലക്കണ്ണന് തോന്നുന്നതാണ്. അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ, ഈ സൗന്ദര്യം കണ്ടപ്പോൾ ഈ കനിയെ ഈ പൊന്മാല കുഞ്ഞിക്കണ്ണൻ ഉരുട്ടി വിളിച്ചു. വൈനേരി കന്നിക്കുഞ്ഞ എന്ന് പറഞ്ഞത്. എന്തോരുറക്കാണോർ ഉറങ്ങുന്നത്, എന്തൊരുറക്കാണ് നീ ഉറങ്ങി. എണീറ്റിരിക്കൻ്റെ കന്നിക്കുഞ്ഞ, അണുമുയങ്ങത് കേൾക്കുന്നേരം. എണീറ്റിരിക്കൻ്റെ കന്നിക്കുഞ്ഞ എന്ന് പറയുന്ന ശബ്ദം കേട്ടപ്പോൾ ആണുമുയങ്ങിയത് കേൾക്കുന്നേരം. എന്താണ് ഈ ആണുമുയങ്ങിയത് എന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ മുഴക്കം ഉള്ള ശബ്ദം കേട്ട നേരത്ത് കുഞ്ഞിക്കന്നി ഞെട്ടി ഉണർന്നു. ഇപ്പം എന്താ, എവിടം വരെ എത്തി? പടിഞ്ഞാറ്റിയിലെത്തി. കിടന്നിറങ്ങുന്ന കുഞ്ഞിക്കന്നിയെ പൊന്മാല കുഞ്ഞിക്കണ്ണൻ വിളിച്ച് ഉണർത്തി. പുരുഷ ശബ്ദം കേട്ട്, തൻ്റെ അറയിലൊരു പുരുഷ ശബ്ദം കേട്ടപ്പോൾ കുഞ്ഞിക്കന്നി ഞെട്ടിപ്പോയില്ലേ. ആരാ ഈ അറയ്ക്കകത്ത് കയറിയ, കള്ളന്മാരാരാനും വന്നു കയറിയോ എന്ന് സംശയിച്ച് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ഇന്ന് ഞാൻ ഈ കഥ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ദിവസം നാളെ തന്നെ കഥ തുടർന്ന് പറയും. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും വടക്കൻ പാട്ടിലെ തച്ചോളി ഉദയനക്കുറുപ്പിൻ്റെ വീരകഥകളല്ലേ. കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.